മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സെർബിയൻ സീരീസ്. നമ്മുടെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നോവ പാരിസിൽ നല്ല ചൂട് നൂഡിൽസും പിന്നെ ഫിഷ് ഫില്ലറ്റും കൊണ്ടാണ്. രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇവിടുത്തെ അടിപൊളി വ്യൂ ഒക്കെ കണ്ടോ. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് കേബിൾ കാറൊക്കെ ഓടുന്ന സ്ഥലമാണ്. നിലവിൽ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടുത്തെ വിൻ്ററുള്ള സംഭവങ്ങൾ ആലോചിച്ചിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയായിരിക്കും ഇവിടെ ഫുള്ള് മഞ്ഞു മൂടി കിടക്കുമ്പോൾ അവസ്ഥ എന്നറിയാൻ. എൻ്റെ അമ്മോ, ചുറ്റും മലകൾ മൂടി കിടക്കണ ഒരു കുഞ്ഞു ടൗണാണ് കേട്ടോ. അങ്ങനെ കടകളൊന്നും ഇല്ലാത്ത, വലിയ തിരക്കില്ലാത്ത, കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു കുഞ്ഞിരി ടൗൺ. അധികം കഥ പറഞ്ഞിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉവാക്കെന്ന് പറഞ്ഞിട്ടൊരു നദിയുടെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണില്ലേ, ഒരു മനുഷ്യനില്ലാതെ നമ്മൾ മാത്രം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു എന്നൊക്കെയുള്ള സാധനങ്ങൾ, അതുപോലത്തെ ഒരു ഡ്രീമി ഏരിയയിലൂടെയാണ് നമ്മൾ പോയത് കേട്ടോ. കുറച്ച് സ്കെയറിന്നും കൂടെ വേണമെങ്കിൽ പറയാം, കാരണം അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു പേരില്ലാത്ത ഒരു ഏരിയ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ റോഡുകളും സ്ഥലങ്ങളും കണ്ട് നമ്മൾ അവസാനം ജനിക്ക ലേക്കിന്റെ അടുത്തെത്തി. സ്ഥലത്തെത്തിയപ്പോഴാണ് ഗൂഗിൾ മാപ്പിന്റെ ആണോ അതോ നമ്മുടെ ആണോ കിളി പോയെന്ന് ഒരു ഡൗട്ട് വന്നത്. കാരണം എല്ലാ ലൊക്കേഷൻസും ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും എക്സാക്ട്ലി സ്ഥലങ്ങളുടെ പേരുകൾ വേറെയാണ്. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി. പക്ഷെ വന്ന സ്ഥലം വേർത്ത് ആയതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങോട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടുത്തെ ആൾക്കാർ ആരും പുറത്തുനിന്ന് ഒരാളെ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നി കേട്ടോ. കാരണം എല്ലാവരും ആ രീതിയിലാണ്, നമ്മൾ ഏതോ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ഓടി വരുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്നതും. നമ്മൾ ഡ്രോണൊന്ന് പറത്തി തുടങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മഴ കിട്ടിയിട്ടോ. പക്ഷെ നമ്മുടെ നല്ല കുട്ടൻ തിരിച്ചതുപോലെ തന്നെ നമ്മുടെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷ്വൽസ് ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്യാം ലാസ്റ്റിൽ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മളൊരു രാജ്യത്തിൻ്റെ ഒരറ്റത്തും ഇങ്ങേ അറ്റത്ത് ഇങ്ങനെ ഫുൾ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ നിൽക്കുന്നതിലും കൂടുതൽ നമ്മൾ ഡ്രൈവിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെല്ലെ തെറിക്കാൻ പോവാണ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മൊണസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ടൗൺ ഹൈവേ ഒക്കെ വഴിയാണ് പോയത്. പോകുന്ന വഴിക്ക് നമുക്ക് മണി എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ATM അങ്ങനത്തെ കാർഡ് സർവീസസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ എപ്പോഴും ലിക്വിഡ് മണി കയ്യിൽ കരുതുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കയ്യിൽ ഫണ്ട് കുറച്ച് ഷോർട്ട് വന്നപ്പം സെർബിയൻ ദിനാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മാളിൽ കയറിയിട്ടോ. ഇവിടെ പൗണ്ടിന് എന്താ പറയുന്നറിയോ, ഇംഗ്ലീഷ് കാ ഫുന്ത കേട്ട് ഞങ്ങളൊരു 30 സെക്കൻഡ് കുത്തിയിരുന്ന് ചിരിച്ചു. എന്നിട്ട് അവിടുന്ന് ഐസ്ക്രീമും കഴിച്ച് അതും ഫ്ലോപ്പായി തിരിച്ച് നമ്മുടെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. വണ്ടി ഓടിച്ചോടിച്ച് നമ്മൾ അവസാനം എത്തിപ്പെട്ടത് സെഞ്ചി എന്ന് പറഞ്ഞ വില്ലേജിലാണ് കേട്ടോ. കാരണം ഇവിടെയാണ് റവാണിക്ക മൊണസ്ട്രി ഉള്ളത്. എൻ്റെ വിവർക്കേടിൻ്റെ അങ്ങേയറ്റം കാരണം എൻ്റെ വിചാരം മൊണസ്ട്രി എന്നൊക്കെ പറഞ്ഞ ഈ ടിബറ്റിയൻസിൻ്റെ ദേവാലയം മാത്രമാണെന്നാണ് കേട്ടോ. പക്ഷേ ചേർച്ചസിനും ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഒരു ബേസിക് കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാത്ത എന്തോരം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് ഞാൻ ഒന്നൊരു നിമിഷം ചിന്തിച്ചിട്ടോ. എനിക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. കാരണം എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ അത് കാരണം നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് അങ്ങനത്തെ സാധനങ്ങൾ കാണാൻ പറ്റും. എല്ലാവരും അങ്ങനെ നോട്ടീസ് ചെയ്യാൻ പോകാത്ത അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സംഭവത്തിലൊക്കെ ഞാൻ ഓവറാക്കുന്ന പോലെ തോന്നും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു സംഭവം ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നപ്പോൾ ഈ മൊണസ്ട്രിയെക്കാട്ട് കൂടുതൽ ഞാൻ ആദ്യം പോയിന്റ് ചെയ്ത കാര്യം ചെറി മരങ്ങളാണ്. കാരണം UK വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ചെറി. പിന്നെ ഈ സാധനം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ നിന്നില്ല കേട്ടോ. ഇവിടുത്തെ മൊണസ്ട്രീസ് ഒക്കെ കുറച്ച് അധികം ഔട്ട്ഡോർസ് ആയിരുന്നു കേട്ടോ. നമുക്കത് കാരണം ഉള്ളിലേക്ക് കയറാൻ ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം അവരെങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് അറിയത്തില്ലോ. അപ്പോൾ പുറത്തുനിന്ന് കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വന്നേ ഉള്ളൂ. ഭാഷ അറിയാത്തതുകൊണ്ട് അവിടെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വമ്പൻ ഇൻസ്ട്രക്ഷൻസ് ഒന്നും മനസ്സിലായില്ല. പക്ഷെ മനസ്സിലായ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ്സ് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ തലയും ഷോൾഡർ, മുട്ടിന് താഴെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണം എന്ന് മാത്രം മനസ്സിലായി. അപ്പോൾ നമ്മളതൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഉള്ളിലേക്ക് കയറിയില്ല. നമ്മുടെ യാത്ര തുടരാണ് കേട്ടോ മറ്റൊരു മൊണസ്ട്രിയിലേക്ക്. സെർബിയ എന്ന് പറയുന്ന വൺ ഓഫ് ദി ബാൽക്കൺ കൺട്രീസ് ആണ് കേട്ടോ. ഇവിടെ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ നല്ല കൃഷി സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അതുപോലെ നല്ല രീതിക്ക് കൃഷി നടക്കുന്നുമുണ്ട്. ഇവിടുത്തെ ഔട്ട്സ്കേർട്സിലുള്ള ആൾക്കാരുടെ മെയിൻ വരുമാനം കൃഷി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ സൺഫ്ലവറിൻ്റെ തോട്ടങ്ങൾ കണ്ടു. അതുപോലെ ചോളം, ബാർലി, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വന്നാൽ ഫുൾ സൺഫ്ലവർ ഹാർവെസ്റ്റ് ചെയ്യുന്നത് പൂത്തിങ്ങനെ നിൽക്കുന്ന സീനൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അത് നമ്മൾ മിസ്സാക്കി. അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ അവസാനം മാനാസിജ മൊണസ്ട്രിയിലെത്തി കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു വലിയ സ്പേസ് ആയിട്ട് തോന്നി. നമുക്ക് പള്ളിക്കുള്ളിലേക്ക് നമ്മൾ കയറിയില്ല. പക്ഷെ പുറത്ത് തന്നെ കുറച്ച് നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആണെന്നാണ് തോന്നുന്നത്, പക്ഷെ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മതിൽ ചുറ്റിനുള്ളിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് ബാക്കി നമുക്ക് പുറത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഈ പുറത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചേക്കുന്നതിൻ്റെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എല്ലായിടത്തും ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളും കുറച്ച് സ്ട്രിക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സൺസെറ്റ് ആണ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് കൂടി പിടിക്കണം. നമ്മളിത് ഏകദേശം സെർബിയയുടെ അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്.
കേട്ടോ. ഇന്ന് തിരിച്ച് ബെൽഗ്രേഡിലേക്ക് മെല്ലെ പറക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് അടുത്തുള്ള വേറൊരു അടിപൊളി സ്പോട്ട് കൂടെ കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സെർബിയയുടെ തൊട്ടടുത്ത രാജ്യമാണ് കേട്ടോ റൊമാനിയ. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ബോർഡേഴ്സിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ബോർഡറിലുള്ള വൈബും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ അവിടെ അടിപൊളിയായിട്ടൊരു കാസ്റ്റലും ഉണ്ട്, ഭയങ്കര രസമായിട്ടുള്ള. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം. നമ്മൾ കുറച്ചുകൂടെ ദൂരം ഡ്രൈവ് ചെയ്തിട്ട് അടുത്ത ടൗണിൽ സ്റ്റേ എടുക്കാൻ പോകണം കേട്ടോ. ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കിട്ടാതെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഗൈസ്. എവിടെ പോയിട്ട് മെനു കാർഡിലും ഒന്നും നമുക്ക് ലാംഗ്വേജ് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല, നെറ്റ് അവൈലബിൾ അല്ല, ശരിക്കും പെട്ടു. അപ്പോൾ ഭക്ഷണത്തിലുള്ള ഹണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി നാളത്തെ പരിപാടിയിൽ പോവാം. കൂടുതൽ സെർബിയൻ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കൂടെ കൂടാൻ മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.